ഇളനീരുണ്ടെങ്കിൽ ഇട്ടുകൊണ്ടാ. ആ അവിടെ തെങ്ങ് കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വീട്ടിൽ. ആദ്യമായിട്ടാണ് ഞാൻ കുറച്ച് കാലത്തിന് ശേഷം വീട്ടിലുണ്ടാവണേ. തെങ്ങ് കയറുമ്പോഴൊക്കെ കുറേ തേങ്ങ വീണെടുക്കുന്നുണ്ട്. ഇതൊക്കെ പിറക്കി കൂട്ടണം. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ തെങ്ങ് കയറുന്നത്. ഇതുപോലെ കൊണ്ടുവന്ന് കുത്തിയിടും. കേരളത്തിലെ പല നാടുകളിലും പല രീതിയിലാണ് തെങ്ങ് കയറുന്നത്. ഇത് തളപ്പ് ഉപയോഗിച്ചിട്ട് ഹാൻഡ് പവർ ഉപയോഗിച്ച് കയറി പോവുകയാണത്. നല്ല എഫേർട്ട് വേണ്ട ഒരു പണിയാണത്. വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എഫേർട്ട് വേണം. ഇളനീര് കിട്ടുമ്പോൾ തരാം. തേങ്ങ കുറച്ച് കിട്ടുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇളനീട്ട് വന്നിട്ടുണ്ട്. 4 ഇളനീട്ടിട്ടുണ്ട്. തെങ്ങ് നമുക്ക് എന്തൊക്കെ തെങ്ങ് നമുക്ക് ഇളനീട്ട്
തേങ്ങ പെറുക്കി കൂട്ടുന്നതിനിടയാണ് നമ്മൾ കുളം കണ്ടോ? പണ്ട് ഞാൻ കുത്തി കുളമാക്കിയൊരു കുളമാണിത്. മീനൊക്കെ ഉണ്ട് ഇതിൽ, കുറച്ച് വാളയൊക്കെ ഉണ്ട് ഇതിൽ. ഇതാണ് നമ്മുടെ പറമ്പ് കേട്ടോ. വാഴക്കുടപ്പൻ ഉപ്പേരി ഉണ്ടാക്കാം. നമ്മുടെ തേങ്ങ ഇത്രയും തേങ്ങ പെറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ട്. അയ്യോ അയ്യ, ഇനിയിപ്പോൾ ഇളനീര് കുടിക്കണം. നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് ഇളനീര് ഇട്ടിട്ടുണ്ടാണ്. ഇളനീര് കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂലിയാവും. തേങ്ങയ്ക്കിപ്പോൾ എന്താ വില? വെള്ളം ചായല്ലോ. ഈ ബ്രേക്കിന് ശേഷം ബാക്കിയുള്ള തെങ്ങുകളും കൂടെ കയറാൻ പറ്റുന്നുണ്ട്. ഇരഞ്ചെട്ട് തെങ്ങുകളുണ്ട്. പാടത്ത് 4 തെങ്ങുണ്ട്. അതിന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് കുടിക്കാനുള്ള ഇളനീര് നമുക്ക് കുഴപ്പമില്ലേ, ഇത് കുടിക്കാം. ഇളനീര് കിട്ടിയിട്ടുണ്ട്. ഇളനീര് നമുക്ക് കുടിക്കാം. കോക്കനട്ട് കാ പാനി. വേണ്ട വേണ്ട അത് മതി. കുറച്ച് വേണ്ട മാങ്ങ തെങ്ങ് വരുമ്പോൾ കണ്ണി മാങ്ങ കേട്ടോ. എന്താ അച്ചാറുണ്ടാക്കാം. വേണ്ട നിനക്ക് മാങ്ങ? ഒരുപാട് തേങ്ങകൾ ഒരുമിച്ച് പെറുക്കി കൂട്ടാൻ ഞങ്ങൾക്കൊരു ഐഡിയ ആണ്. ഇതെല്ലാം കൂടെ എടുത്തിട്ടില്ല, ഒരുമിച്ച് ജപം ചെയ്തിട്ട് കൊണ്ടുപോകാം. ഒറ്റയ്ക്ക് കൊണ്ടുപോകില്ല. നമ്മുടെ പുതിയ ഐഡിയ പ്രകാരം ഇത്രയും തേങ്ങ ടാസ്പായിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പൊന്തിച്ച് കൊണ്ടുപോകണം. അതൊരു ടാസ്ക്കാണ്. വീട്ടുണ്ടായ ഒരു പഴമാണിത്. നിങ്ങൾ ഈ പഴം കണ്ടിട്ടുണ്ടെന്ന് മുമ്പ്. ഞങ്ങൾ 2020-ലാണിത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ ഒരു ഷേപ്പാണ് ഇത് കാണുന്നത്. എന്നത് ഭയങ്കര രസകരമായിട്ട് നോക്കിയതാണ്. ഇവിടെ ഒരു പഴം കണ്ടോ? ഇവിടെ പറഞ്ഞുണ്ട് ഒരെണ്ണം ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഇതിന് മുള്ളാത്താന്നൊക്കെ പറയും കേട്ടോ. ഭയങ്കരമായിട്ട് പല അസുഖങ്ങൾക്കുള്ള മരുന്നാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളെ ഭാഗത്തിൽ ഇതിനെന്താ പറയാന്നുള്ളതൊന്ന് അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ പറമ്പിലെ പുതുതലമുറയിൽപ്പെട്ട തെങ്ങാട്ടത്. ചെറിയ തെങ്ങ, അത്യാവശ്യം തേങ്ങയുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മ വെച്ച തെങ്ങുകളാണ്. ആൾ മരിച്ചിട്ട് ഏകദേശം 5-8 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഞങ്ങളാണ്. നമ്മളെല്ലാവരും ഒരു തെങ്ങോ ചെടികളോ എന്തെങ്കിലുമൊക്കെ നടണം, അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ ഈ തെങ്ങോട് കൂടിയിട്ട് അടുത്ത അവസാനത്തെ തെങ്ങേറ്റം കഴിഞ്ഞു. ലാസ്റ്റ് തെങ്ങ് കയറി കഴിഞ്ഞു. ചേട്ടനോടെ തെങ്ങൊക്കെ റെഡിയാക്കുന്നുണ്ട്. കണ്ണൊക്കെ ഒഴിച്ചിട്ട്
മൊത്തം എത്ര തെങ്ങാ? 21 തെങ്ങ് അല്ലേ? എത്രയാ? 1050 അല്ലേ? ആ. മൊത്തം നമ്മൾ 21 തെങ്ങ് കയറി. 21 തെങ്ങ് കയറാൻ 1050 രൂപ. 50 രൂപ വെച്ചൊരു തെങ്ങിന് 50 രൂപ അല്ലേ? 1050 രൂപയ്ക്ക് തെങ്ങ് കയറിയിട്ടുള്ള തേങ്ങയാണ് ഈ കാണുന്നത്. ഇതിൽ കുറച്ച് നമ്മളെടുത്ത് പൊളിച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ആട്ടണം. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ തേങ്ങ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നതാണ്. ഗുഡ് ബൈ.